എന്റെ പേര് മോഹനൻ. ഞാൻ നാഷണൽ പെയിന്റ്സിൽ ജോലി ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ ദൈവം ഇറക്കിയതാണ് എന്ന് നമുക്ക് എങ്ങനെ തെളിയിക്കാൻ സാധിക്കും? ഖുർആൻ ദൈവികമാണെന്ന് എങ്ങനെ തെളിയിക്കാൻ സാധിക്കുമെന്നാണ് സഹോദരൻ ചോദിച്ചത്. സഹോദര, ഖുർആൻ ദൈവിക വചനമാണ് എന്നതിനെക്കുറിച്ച് 2.5 മണിക്കൂറോളം വരുന്നതിന്റെ ഒരു സംവാദമുണ്ട്. ഖുർആൻ ദിവ്യവചനമോ എന്ന ആ DVD സഹോദരന് നൽകാൻ ഞാൻ വളണ്ടിയറോട് ആവശ്യപ്പെടുകയാണ്. സഹോദരന്റെ ചോദ്യത്തിന് ഉത്തരം നൽകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 20 മിനിറ്റെങ്കിലും വേണം. പക്ഷെ സമയം കുറവാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കുന്ന ഉത്തരം ഞാൻ നൽകാം. ഖുർആനിൽ വിശ്വസിക്കാത്ത ഒരു നാസ്തികനോട് നമ്മളൊരു സംശയം ചോദിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അതായത്, അയാൾ കണ്ടിട്ടില്ലാത്ത ഒരു ഉപകരണം അയാളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു, ഈ ഉപകരണത്തെക്കുറിച്ച് ആർക്കാണ് വ്യക്തമായി വിവരിക്കാൻ സാധിക്കുക? സഹോദരന്റെ മുമ്പിൽ തന്നെയാണ് ആ ഉപകരണം കൊണ്ടുവരുന്നതെന്ന് സങ്കല്പിക്കുക. എന്നിട്ട് സഹോദരനോട് ചോദിക്കപ്പെടുന്നു, ആർക്കാണ് ഈ ഉപകരണത്തെക്കുറിച്ച് വ്യക്തമായി വിവരിക്കാൻ സാധിക്കുക? ആർക്കാണ്? നിർമ്മാതാവിനെന്നത് വളരെ കൃത്യമായ ഉത്തരം. ചിലർ പറയും സംവിധായകനെന്ന്, വേറെ ചിലർ പറയും പ്രൊഡ്യൂസർക്കെന്ന്, മറ്റു ചിലർ പറയും ഉപജ്ഞാതാവിനെന്ന്. ഉത്തരം എന്തായാലും അത് നമ്മുടെ മനസ്സിൽ വെക്കുന്നു. അടുത്ത ചോദ്യം ചോദിക്കുന്നു, എങ്ങനെയാണ് ഈ പ്രപഞ്ചം നിലയിൽ വന്നത്? പ്രപഞ്ചത്തെക്കുറിച്ച് അറിവുള്ളവനാണെങ്കിൽ അവൻ പറയും, നമ്മുടെ പ്രപഞ്ചം ആദ്യം ഒരു നെബുലയായിരുന്നു, പിന്നീടത് ബിഗ് ബാങ് എന്ന പൊട്ടിത്തെറിയിലൂടെ വിഘടിക്കപ്പെട്ടു. അങ്ങനെ സൗരയൂഥങ്ങളും നക്ഷത്രങ്ങളും സൂര്യനും ഭൂമിയും ഒക്കെ രൂപപ്പെട്ടു. ഇക്കാര്യം എപ്പോഴാണ് മനസ്സിലാക്കിയതെന്ന് അവനോട് ചോദിച്ചാൽ അവൻ പറയും 35 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇക്കാര്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ പ്രതിപാദിച്ചു കഴിഞ്ഞതാണ്. സൂറ അംബിയായിലെ ആയത്ത് 30 പറയുന്നു, ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും പിന്നീട് അള്ളാഹു അതിനെ വേർപ്പെടുത്തിയതായിരുന്നുവെന്നും നിഷേധികൾ കണ്ടില്ലേ? ഈ ആയത്തിലൂടെ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആൻ ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്താ എന്ന് നാസ്തികൻ ചോദിക്കുമ്പോൾ നമ്മൾ തർക്കിക്കാതെ ചോദ്യം തുടരുക. ഭൂമിയുടെ ആകൃതി എന്താണ്? ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണെന്ന് നാസ്തികൻ പറയും. അക്കാര്യം എപ്പോഴാണ് മനസ്സിലാക്കിയതെന്ന് ചോദിച്ചാൽ അയാൾ പറയും 100 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 200 കൊല്ലം മുമ്പ് നമ്മൾ ധരിച്ചത് ഭൂമി പരന്നതായിരുന്നുവെന്നാണ്. 1577 ഫ്രാൻസിസ് ക്രീക്ക് എന്ന നാവികൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് തെളിയിച്ചത്. പക്ഷെ ഇക്കാര്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആൻ പ്രതിപാദിച്ചു കഴിഞ്ഞതാണ്. സൂറ നാസിആത്തിലെ ആയത്ത് 30 പറയുന്നു, അതിനുശേഷം ഭൂമിയെ അവൻ വികസിപ്പിച്ചിരിക്കുന്നു. ഇക്കാലത്ത് നമുക്കറിയാം, ഭൂമിയുടെ ആകൃതി ഒരു ബോൾ പോലെയല്ല. മധ്യഭാഗത്തിന് ഗോളാകൃതിയാണെങ്കിലും ധ്രുവങ്ങൾ അല്പം നീണ്ടതാണ്. ഈ വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ദഹാഹ എന്ന പദം സൂചിപ്പിക്കുന്നത് ഒട്ടകപ്പക്ഷിയുടെ മുട്ട പോലെ എന്നാണ്. അതായത് ഭൂമിയുടെ ആകൃതി ഒട്ടകപ്പക്ഷിയുടെ മുട്ട പോലെയാണ്. ഇക്കാര്യം ആർക്കാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിലൂടെ പ്രതിപാദിക്കാൻ സാധിക്കുക? മുഹമ്മദ് നബി വളരെ ബുദ്ധിമാനാണെന്ന് നാസ്തികൻ പറഞ്ഞേക്കാം. ചോദ്യം തുടരുക. ചന്ദ്രന്റെ പ്രകാശത്തെക്കുറിച്ച് അയാളോട് ചോദിച്ചാൽ അയാൾ പറയും, മുമ്പ് നമ്മൾ ധരിച്ചത് ചന്ദ്രന് പ്രകാശമുണ്ടെന്നാണ്. പക്ഷേ 100-200 വർഷങ്ങൾക്ക് മുമ്പാണ് ചന്ദ്രൻ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയത്. പക്ഷേ ഇക്കാര്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആൻ പ്രതിപാദിച്ചു കഴിഞ്ഞതാണ്. സൂറത്ത് ഫുർഖാനിലെ ആയത്ത് 61 പറയുന്നു, ആകാശത്ത് നക്ഷത്രമണ്ഡലങ്ങൾ സൃഷ്ടിക്കുകയും അവിടെ ഒരു വിളക്ക് സ്ഥാപിക്കുകയും വെളിച്ചം പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രനെ സ്ഥാപിക്കുകയും ചെയ്തവൻ അനുഗ്രഹപൂർണനാകുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതാർക്കാണ് വിവരിക്കാൻ സാധിക്കുക? ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചത് ഭൂമിയും ചന്ദ്രനും ഭ്രമിക്കുകയും പരിക്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും സൂര്യൻ പരിക്രമിക്കുകയോ ഭ്രമിക്കുകയോ ചെയ്യാതെ ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു. പക്ഷെ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൂറ അംബിയായിലെ ആയത്ത് 33 ഖുർആൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അവനാണ് രാത്രിയെയും പകലിനെയും സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത്. ഓരോന്നും ഓരോ പഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രൻ മാത്രമല്ല, സൂര്യനും ഭ്രമിക്കുകയും പരിക്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഖുർആൻ പറയുന്നത്. ഈ അടുത്ത കാലത്ത് മാത്രമാണ് സൂര്യൻ ഭ്രമണം പൂർത്തിയാക്കുന്നത് 25 ദിവസം കൊണ്ടാണെന്ന് ശാസ്ത്രജ്ഞരിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചത്. ഇക്കാര്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആനിലൂടെ വിവരിക്കാൻ ആർക്കാണ് സാധിക്കുക? പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഈ അടുത്ത കാലത്താണ് ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. എഡ്വിൻ ഹബിൾ ഇക്കാര്യം പറയുന്നതിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞതാണ്. സൂറ ദാരിയാത്തിലെ ആയത്ത് 47 പറയുന്നു, ആകാശത്തെ അള്ളാഹു കരങ്ങളാൽ നിർമ്മിച്ച് അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജലചംക്രമണത്തെക്കുറിച്ചും ഖുർആൻ വിവരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലായി വളരെ വിശദമായി വിവരിക്കുന്നുണ്ട്. ജലം ബാഷ്പീകരിക്കുന്നു, മേഘങ്ങൾ രൂപപ്പെടുന്നു, അവ സഞ്ചരിക്കുന്നു, പിന്നെ മഴയായി പെയ്യുന്നു എന്നു തന്നെയാണ് ഖുർആൻ പല വചനങ്ങളിൽ വിവരിക്കുന്നത്. സൂറ അൽ സുമർ ആയത്ത് 21, സൂറ അൽ മുഅ്മിനൂൻ ആയത്ത് 18, സൂറ അർ റൂം ആയത്ത് 24, സൂറ അൽ ഹിജ്ർ ആയത്ത് 22, സൂറ അൻ നൂർ 43.
ജലചംക്രമണത്തെക്കുറിച്ചുള്ള ആയത്തുകൾ ഇനിയും ഒരുപാട് ഉദ്ധരിക്കാൻ എനിക്ക് സാധിക്കും. 1580 ശാസ്ത്രലോകം വിവരിക്കുന്നതിന് ഏതാണ്ട് 1000 വർഷങ്ങൾ മുമ്പ് തന്നെ ഇക്കാര്യം ഖുർആനിലൂടെ പ്രതിപാദിക്കാൻ ആർക്കാണ് സാധിക്കുക? സസ്യങ്ങളിൽ ആണും പെണ്ണും ഉണ്ടെന്ന് ഈ അടുത്ത കാലത്താണ് ജനങ്ങൾ മനസ്സിലാക്കിയത്. സൂറത്ത് ത്വാഹയിലെ ആയത്ത് 53 ഖുർആൻ പറയുന്നു, അങ്ങനെ ആ ജലത്തിൽ നിന്ന് വ്യത്യസ്ത സസ്യങ്ങളെ ഇണകളായി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. ശുദ്ധജലത്തിനും ഉപ്പുജലത്തിനുമിടയിൽ പരസ്പരം ലയിച്ചു ചേരാത്ത വിധം ഒരു തടസ്സമുണ്ടെന്ന് ഈ അടുത്ത കാലത്താണ് ശാസ്ത്രലോകം മനസ്സിലാക്കുന്നത്. സൂറത്ത് റഹ്മാനിലെ ആയത്ത് 19, 20 എന്നിവയിലൂടെ ഖുർആൻ വിവരിച്ചു കഴിഞ്ഞതാണ്. സൂറത്ത് ഫുർഖാനിലെ ആയത്ത് 53 ഖുർആൻ വിവരിച്ചു കഴിഞ്ഞതാണ്. ഇങ്ങനെ ഖുർആൻ സമുദ്രവിജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു, വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ജനിതക ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇങ്ങനെ എത്ര മണിക്കൂർ നേരം ഞാൻ വിവരിച്ചു കഴിഞ്ഞാലും അവസാനം എനിക്ക് ചോദിക്കാനുള്ളത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇക്കാര്യങ്ങൾ ആർക്കാണ് ഖുർആനിലൂടെ പ്രസ്താവിക്കാൻ സാധിക്കുക എന്നാണ്. ആർക്കാണ് സാധിക്കുക സഹോദര? സ്രഷ്ടാവിന്, പ്രൊഡ്യൂസർക്ക്, നിർമ്മാതാവിന്. ഈ പ്രൊഡ്യൂസറെയാണ്, ഈ നിർമ്മാതാവിനെയാണ്, ഈ സ്രഷ്ടാവിനെയാണ് മുസ്ലിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നത്. ഈ ഖുർആൻ ശാസ്ത്രീയമായി ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് തെളിയിക്കാൻ സാധിക്കും. ഖുർആൻ ദിവ്യ വെളിപാടുകളായതുകൊണ്ട് അതിന് ശാസ്ത്ര നിഗമനങ്ങളെക്കാൾ മഹത്വമുണ്ട്. ശാസ്ത്ര നിഗമനങ്ങൾ പലതും പിന്നീട് തിരുത്തപ്പെടാം. അതുകൊണ്ട് തന്നെ പലരും അവലംബിക്കുന്ന ശാസ്ത്രത്തെക്കാൾ ഞാൻ അവലംബമാക്കുന്നത് ഖുർആനെയാണ്. പലരും അവലംബിക്കുന്ന ശാസ്ത്രത്തെ മാനദണ്ഡമാക്കിക്കൊണ്ട് തന്നെ ഖുർആൻ ദൈവികമാണെന്നും അവസാനത്തെ വെളിപാടാണെന്നും നമുക്ക് തെളിയിക്കാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ ഖുർആൻ ദിവ്യവചന